ഒരിക്കൽ കൃഷ്ണദേവരായരുടെ രാജസദസ്സിൽ ഒരു പ്രധാനപ്പെട്ട വാഗ്വാദം നടന്നുകൊണ്ടിരുന്നു. സദസ്സിലുണ്ടായിരുന്ന തെന്നാലിരാമനാകട്ടെ കോട്ടുവാ വിട്ട് ഉറങ്ങാൻ തുടങ്ങി. രാജാവ് തെന്നാലിരാമനെ ശ്രദ്ധിച്ചു. തെന്നാലി, ഇത് താങ്കളുടെ കിടപ്പുമുറിയല്ല, രാജദർബാറാണ്. താങ്കൾ മര്യാദയില്ലാതെ കോട്ടുവാ വിടുന്നുവല്ലോ. ഇതുപോലെ സംസ്കാരമില്ലാതെ പെരുമാറുന്നവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഇവിടുന്ന് വേഗം പോകണം. അങ്ങയുടെ ഇഷ്ടം രാജൻ, ഞാൻ വരട്ടെ. അങ്ങയുടെ വാക്കിന് അല്പം പോലും വില കൽപ്പിക്കാതെ എത്ര അഹങ്കാരത്തോടെയാണ് പോകുന്നത് തെന്നാലി. അദ്ദേഹത്തെ ഇനി രാജദർബാറിനുള്ളിൽ കടത്തരുത് രാജൻ. അതെ അതെ, ഈയിടെയായി തെന്നാലിക്ക് അഹങ്കാരം അല്പം കൂടുതൽ തന്നെയാണ്. നാളുകൾ കടന്നുപോയി. തെന്നാലി രാജദർബാറിലേക്ക് വന്നതേയില്ല. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 10ാം ദിവസം ഒരു ബാലസന്യാസി രാജസദസ്സിലെത്തി. പ്രണാമം രാജൻ, ഞാൻ കാട്ടിലുള്ള സന്യാസി ഗംഗാധരന്റെ മകനാണ്. കുറെ നാളുകൾക്ക് മുൻപ് അങ്ങയുടെ രാജസദസ്സിൽ നിന്ന് തെന്നാലി രാമൻ എന്നയാൾ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്ന് താമസിച്ചിരുന്നു. ഇന്ന് രാവിലെ നദിയിൽ ജലമെടുക്കാനായി പോയപ്പോൾ കാൽ വഴുതി യമുനാ നദിയിൽ വീണു രാജൻ. അതെയോ? എന്നിട്ട് അദ്ദേഹത്തെ രക്ഷിച്ചോ? ഇല്ല രാജൻ, നദിയിൽ ജലം കര കവിഞ്ഞൊഴുകുന്നതിനാൽ അദ്ദേഹത്തിന്റെ ജഡം പോലും കിട്ടിയില്ല രാജൻ. ഈ വിവരം സന്യാസി ഗംഗാധരൻ അങ്ങയെ അറിയിക്കാൻ പറഞ്ഞയച്ചതാണ്. അയ്യോ തെന്നാലി, നമ്മുടെ മിത്രമേ, താങ്കൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോയോ? രാജൻ, ഈ വാർത്ത കേൾക്കാൻ തന്നെ സങ്കടം തോന്നുകയാണ്. തെന്നാലിരാമൻ തന്റെ ഫലിതം കൊണ്ട് ഈ ദർബാറിനെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യത്തിന് യാതൊന്നും സമമാകില്ല രാജൻ. അദ്ദേഹത്തിന്റെ മരണം ഈ സാമ്രാജ്യത്തിന് ഒരിക്കലും താങ്ങാനാവാത്ത നഷ്ടമാണ്. അതെ, ഇപ്പോഴിങ്ങനെയൊക്കെ പറയുന്നു. അദ്ദേഹം ഉള്ളപ്പോൾ ഇനി മേലാൽ ദർബാറിൽ അദ്ദേഹത്തെ കയറ്റുന്നതെന്ന് പറഞ്ഞ മന്ത്രിയല്ലേ താങ്കൾ? കുട്ടി, സന്യാസി ഗംഗാധരനെ എങ്കിലും കണ്ട് സംസാരിച്ചാലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ? വരണം രാജൻ, ഞാൻ കൂട്ടിക്കൊണ്ടു പോകാം. ഋഷിവര്യ, പ്രണാമം. നമ്മുടെ തെന്നാലിക്ക് കുറെ നാളുകൾ അഭയം നൽകിയതിന് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഋഷിവര്യ. പക്ഷേ അദ്ദേഹത്തെ രക്ഷിച്ചുകൂടായിരുന്നോ? നാം എന്ത് ചെയ്യാനാണ് രാജൻ? വിധിയെ ആർക്കും മാറ്റാൻ സാധിക്കില്ലല്ലോ. തെന്നാലിക്ക് മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവുമോ? അല്ല സ്വാമി, നാമാണ് തെന്നാലിയുടെ മരണത്തിന് കാരണം. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയപ്പോൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ അദ്ദേഹം ഈ നദീതീരത്തിൽ എത്തിയത്. ഇങ്ങനെയുള്ള ദാരുണമായ അന്ത്യം സംഭവിച്ചത് നമ്മുടെ ആ ആത്മമിത്രത്തെ ആ ദൈവം നമ്മിൽ നിന്നും വേർതിരിച്ചില്ലേ? അയ്യോ തെന്നാലി. രാജൻ, വിഷമിക്കേണ്ട. മരിച്ചവർ ഒരിക്കലും തിരിച്ചു വരില്ല. നടക്കേണ്ടതിനെ കുറിച്ച് ചിന്തിച്ചാലും. സ്വാമി, നമ്മുടെ തെന്നാലി കാൽ വഴുതി വീണ സ്ഥലമെങ്കിലും കാണിച്ചാലും അവിടെ ചെന്ന് നമ്മുടെ മിത്രത്തിനായി പ്രാർത്ഥിക്കാമല്ലോ. ഇനി എന്നാണ് നാം അദ്ദേഹത്തെ കാണുക? രാജൻ, വ്യസനിക്കേണ്ട. അങ്ങയുടെ ഇഷ്ടദൈവത്തെ ധ്യാനിച്ചുകൊള്ളൂ. തെന്നാലി മടങ്ങിവരും. കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനിക്കൂ. ഇപ്പോൾ അങ്ങയുടെ കണ്ണുകൾ തുറന്നു നോക്കൂ രാജൻ. കണ്ണു തുറന്നു നോക്കിയ മഹാരാജാവ് അവിടെ തെന്നാലിരാമൻ നിൽക്കുന്നത് കണ്ട് സന്തോഷഭരിതനായി. മിത്രമേ, താങ്കൾ എവിടെ പോയി? നമ്മെ ദുഃഖത്തിലാഴ്ത്തിയില്ലേ? ആട്ടെ, ആ സന്യാസി എവിടെ? രാജൻ, സന്യാസിയും ഞാൻ തന്നെ, തെന്നാലിയും ഞാൻ തന്നെ. എന്താ കൂട്ടുകാരെ, ദേഷ്യത്തിൽ നാം നമ്മുടെ കൂട്ടുകാരോട് വഴക്കിട്ടാലും ഒടുവിൽ സ്നേഹമാണ് ജയിക്കുകയെന്ന് ഇപ്പോൾ മനസ്സിലായോ? യഥാർത്ഥ ശില്പിയോ? അങ്ങ് എന്താണ് പറയുന്നത്? യഥാർത്ഥ ശില്പി ശില്പങ്ങൾ മാത്രം കൊത്തിയെടുക്കാതെ അതിൽ തന്റെ ഭാവനകളും കൊത്തിയെടുക്കും. മറ്റുള്ളവരെ കുറിച്ച് വിഷമിക്കുകയില്ല. അങ്ങനെയുള്ള ഉത്തമനായ ഒരു ശില്പിയെ എനിക്കറിയാം. തെന്നാലിരാമൻ പറഞ്ഞതനുസരിച്ച് ആ ഉത്തമനായ യഥാർത്ഥ ശില്പിയെ